ബൾബായി മാത്രം കാണുന്നത് മൊത്തത്തിൽ ഒരു ബൾബായി മാത്രം കാണില്ല, മൊത്തത്തിൽ കാണുന്നു. അതിനൊരു എക്സാമ്പിൾ സാർ പറഞ്ഞത് സമഗ്രതാവാദത്തിന്. വ്യവഹാരവാദം വെച്ചിട്ട് അതിൽ 4 ആളെ കുറിച്ച് പറഞ്ഞ JB വാട്സൺ, തോണ്ടയ്ക്ക്, പാവ്ലോവ്, സ്കിന്നർ. JB വാട്സൺ 1913 മുതൽ തുടക്കം കുറിച്ച് പറഞ്ഞു. തോണ്ടയ്ക്കിന്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അഥവാ ബോണ്ട് തിയറി, പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറിന്റെ ഓപ്പറാൻഡ് കണ്ടീഷനിങ്. സ്കിന്നറിൻ്റെത് പിന്നെ 3 ബുക്സ് ഉണ്ട്. സ്കിന്നർ, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ, ബിയോണ്ട് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി, വെർബൽ ബിഹേവിയർ. അടുത്തത് പാവ്ലോവ് ആധുനിക വ്യവഹാരവാദത്തിന്റെ പിതാവാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ 3 ബുക്സിനെ കുറിച്ച് പറഞ്ഞു. കണ്ടീഷൻഡ് റിഫ്ലക്സസ്, സൈക്കോ പാത്തോളജി ആൻഡ് ഫിസിയോതെറാപ്പി, ദ വർക്ക് ഓഫ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. ഓക്കെ, വെരി ഗുഡ്. ഇത്രയാണ് പറഞ്ഞത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഏതൊക്കെ? ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം, അതുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞന്മാരും അവരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ. 2 ധർമ്മവാദം, ധർമ്മവാദവുമായി ബന്ധപ്പെട്ട് വില്യം ജെയിംസ്, അതുപോലെ തന്നെ ജോൺ ഡ്യൂയി തുടങ്ങിയവരുമായി അവരുടെ സംഭാവനകളും അവരുടെ പുസ്തകങ്ങളുമാണ് ചർച്ച ചെയ്തത്. പിന്നീട് പറഞ്ഞു ഗസ്റ്റാൾട്ട് സൈക്കോളജി അഥവാ സമഗ്രതാവാദം, സാമഗ്ര്യവാദം. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത. ഇതാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ കേന്ദ്രാശയം. പിന്നീട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇന്റഗ്രേഷൻ കരിക്കുലം, ഉദ്ഗ്രഥിത പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ എന്ന ചിന്താധാരയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പിന്നീടാണ് നമ്മൾ വ്യവഹാരവാദത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ചേഷ്ടാവാദത്തിലേക്ക് വന്നത്. അതിൽ പറഞ്ഞു JB വാട്സൺ ആണ് വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ്. കൂടാതെ തോണ്ടയ്ക്ക്, പാവ്ലോവ്, ഹൾ, സ്കിന്നർ ഇവരെല്ലാം വ്യവഹാരവാദത്തിന്റെ വക്താക്കളാണ്. ഇപ്പൊ മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പല വാദഗതികളും വ്യവഹാരവാദികൾ മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, തോണ്ടയ്ക്ക് എലിയും പൂച്ചയാണെങ്കിൽ സ്കിന്നർ പ്രാവിനെ ഉപയോഗപ്പെടുത്തി, യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പട്ടിയെയാണ് പാവ്ലോ ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ ഇങ്ങനെയാണ് ബാഹ്യമായ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിരീക്ഷണ വിധേയമായ ചേഷ്ടകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വ്യവഹാരവാദികൾ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത്. അപ്പൊ സ്റ്റിമുലസ് റെസ്പോൺസിന് പ്രാധാന്യം കൊടുത്തു, ചോദക പ്രതികരണ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. സ്കിന്നറിലേക്ക് എത്തുമ്പോഴേക്കും പ്രബലനം കൂടി അദ്ദേഹം ചേർത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ. എന്ന് നോക്കാം, മനോവിശ്ലേഷണ സിദ്ധാന്തം ആരാ അവതരിപ്പിച്ചത്? സൈക്കോ അനാലിസിസ് തിയറി ആരാ അവതരിപ്പിച്ചത്? യെസ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അവതരിപ്പിച്ചത്. സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി.
ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ആരെങ്കിലും ഒരാൾ റിപ്പീറ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ ലിജി. ഇപ്പൊ ഫ്രോയിഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1856 മുതൽ 1939 വരെയാണ്. ഇദ്ദേഹം പ്രധാനമായിട്ട് എന്താ പറഞ്ഞത്? മാനസിക അല്ലെങ്കിൽ അബോധ മനസ്സാണ് മാനസിക യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ ആളാണ്. അബോധ മനസ്സാണ് മാനസിക യാഥാർത്ഥ്യമെന്ന് ഫ്രോയിഡ് സിദ്ധാന്തിച്ചു. മാത്രല്ല അബോധ മനസ്സിന്റെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പ്രകാശിതമാകുന്നത്. അബോധ മനസ്സിന്റെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പ്രകാശിതമാകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ പറയാം. ഒന്ന് ഓൺ അഫേസിയ. ഓൺ അഫേസിയ. ഓൺ അഫേസിയ. 2 സ്റ്റഡീസ് ഓൺ ഹിസ്റ്റീരിയ. സ്റ്റഡീസ് ഓൺ ഹിസ്റ്റീരിയ. 3 ദ ഇന്റർപ്രട്ടേഷൻ ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. ദ ഇന്റർപ്രട്ടേഷൻ ഓഫ് ഡ്രീംസ്. 4 ദ സൈക്കോപാത്തോളജി ഓഫ് എവരി ഡേ. ദ സൈക്കോപാത്തോളജി ഓഫ് എവരി ഡേ. 4 പുസ്തകങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് എന്നോട് പറയൂ ഏതൊക്കെ പുസ്തകങ്ങളാ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ എന്നറിയട്ടെ. On aphasia, studies on dysphagia, the interpretation of dreams, the psychopathology of everyday. Okay, very good, Snehapriya. Sir, Sigmund Freud's കാലഘട്ടം പറഞ്ഞല്ലോ. 1856 1856 1939. ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ് ഇദ്ദേഹം. കൂടാതെ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ഇവ അവതരിപ്പിച്ചു. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതേപോലെ തന്നെ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ അവതരിപ്പിച്ചു. ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് ഇത് എന്തൊക്കെയാണെന്ന് പിന്നീട് നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. ഈഡിപ്പസ് കോംപ്ലക്സ്. ഈഡിപ്പസ് എന്ന ആളെ കേട്ടിട്ടുണ്ടോ? ഈഡിപ്പസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഈഡിപ്പസിനെ കുറിച്ച്? ആരും ഒന്നും മറുപടി പറയുന്നില്ലല്ലോ. ഭൂമിക്ക് ഒരു ചരമഗീതം കേട്ടിട്ടുണ്ടെങ്കിൽ
ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിത കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈഡിപ്പസിനെ കുറിച്ച് OMV പ്രതിപാദിക്കുന്നുണ്ട്. ഒരു 4 വരി അദ്ദേഹത്തിന് 4 ആ കവിതയിൽ ഒരു 4 അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാ: അറിയാതെ ജനനിയെ പരിണയിച്ചൊര യവന തരുണന്റെ കഥയെത്ര പഴകി, പുതിയ കഥകൾ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമുരിയുന്നു. അപ്പൊ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സ് അതെന്താണെന്ന് പിന്നീട് പറയാം. ഇത് അവതരിപ്പിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. എന്ന് പറഞ്ഞാൽ ചില പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഈഡിപ്പസ് കോംപ്ലക്സ് അവതരിപ്പിച്ചത് ആരാണ്? പുത്രന് അമ്മയോട് തോന്നുന്ന അല്ലെങ്കിൽ മാതാവിനോട് തോന്നുന്ന പ്രണയം, പുത്രന് ആൺകുട്ടികൾക്ക് അമ്മമാരോട് തോന്നുന്ന പ്രണയത്തെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നറിയപ്പെടുക. ചില പ്രത്യേക പ്രായത്തിൽ, എല്ലാ പ്രായത്തിലും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് ഇലക്ട്ര കോംപ്ലക്സ്. അത് ആർക്കാരോടായിരിക്കും അങ്ങനെയാണെങ്കിൽ? യെസ്, പെൺകുട്ടികൾക്ക് അച്ഛനോട്. അതേപോലെ തന്നെ മനസ്സിന്റെ ശക്തികളെ കുറിച്ച്: 1 ഇദ്, 2 ഈഗോ, 3 സൂപ്പർ ഈഗോ. ഇങ്ങനെ ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ 3 ശക്തികളാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്നും ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അനുയായികളാണ് ഒന്ന് കാൾ യൂങ്. ഫ്രോയിഡിന്റെ അനുയായികളാണ് ഒന്ന് കാൾ യൂങ്, മറ്റൊന്ന് ആഡ്ലർ, ആൽഫ്രഡ് ആഡ്ലർ. അതേപോലെ തന്നെ എറിക് എറിക്സൺ, നിയോ ഫ്രോയിഡിയൻസ് എന്നാണ് അറിയപ്പെടുക. എറിക് എറിക്സൺ. എറിക് എറിക്സൺ, കാൾ യൂങ്, ആൽഫ്രഡ് ആഡ്ലർ തുടങ്ങിയവരൊക്കെ ഫ്രോയിഡിന്റെ അനുയായികളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് മനോവിശ്ലേഷണ സിദ്ധാന്തം അവതരിപ്പിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മറ്റൊരാളെ ഞാൻ പറഞ്ഞു, ആരാ? എറിക് എറിക്സൺ. എറിക് എറിക്സന്റെ സംഭാവന എന്താ? നിയോ ഫ്രോയിഡൻ ആണെന്ന് പറഞ്ഞു. പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. എന്താ എറിക് എറിക്സന്റെ തിയറിയുടെ പേര്? മനോ സാമൂഹിക വികാസ സങ്കല്പം അല്ലെ? സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. മനോസാമൂഹിക വികാസ സങ്കല്പം. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1902 മുതൽ 1994 വരെയാണ്. 1902 മുതൽ 1994, 1902 മുതൽ 1994 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം.
ഇദ്ദേഹം അമേരിക്കൻ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ആണ്. അറിയപ്പെടുന്നത് സൈക്കോ അനലറ്റിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഹിസ് ഹ്യൂമൻ ബീങ്സ് എന്നാണ്. നോൺ ഫോർ സൈക്കോ അനലറ്റിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഹിസ് ഹ്യൂമൻ ബീങ്സ്. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്, മോസ്റ്റ് ഫേമസ് ഫോർ കോയിനിങ് ദ ഫ്രേസ് ഐഡന്റിറ്റി ക്രൈസിസ്. മുൻകാല പരീക്ഷകൾ ചോദിച്ചതാണ്. ഐഡന്റിറ്റി ക്രൈസ് അവതരിപ്പിച്ചത് ആരാണ്? വ്യക്തിത്വ പ്രതിസന്ധി അവതരിപ്പിച്ചത് ആരാണ്? ഇപ്പൊ വ്യക്തിത്വ പ്രതിസന്ധി അവതരിപ്പിച്ചത് എറിക് എറിക്സൺ ആണ്. എന്ന് പറഞ്ഞാല് മനുഷ്യ ജീവിതത്തിൽ 8ഓളം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് എന്നും, മനുഷ്യ ജീവിതത്തിൽ 8ഓളം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് എന്നും, ഈ പ്രതിസന്ധികളെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് എറിക് എറിക്സൺ നമ്മോട് പറയുന്നത്. അപ്പൊ 8ഓളം ജീവിത പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ജനനം മുതൽ ഒരു നിശ്ചിത പ്രായം വരെയുള്ള പ്രതിസന്ധികൾ. അപ്പൊ 8ഓളം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ജീവിത വിജയമുള്ളൂ എന്ന് എറിക് എറിക്സൺ പറയുന്നു. ഐഡന്റിറ്റി ക്രൈസിസ് അവതരിപ്പിച്ചിട്ട് നമ്മോട് പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി. ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി. 2, ഇൻസൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇൻസൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഗാന്ധിസ് ട്രൂത്ത്. ഇൻസൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഗാന്ധിസ് ട്രൂത്ത്. മറ്റൊന്ന്, ഐഡന്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ. ഐഡന്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ. ഞാൻ പറഞ്ഞ പേരുകൾ കിട്ടിയോ? പുസ്തകത്തിന്റെ പേരുകൾ കിട്ടിയോ? ഒന്ന് പറയൂ. Childhood and Society. Yes. Insight and Responsibility, Gandhi's Truth. Okay. Identity and Life Cycle. Okay. അപ്പോൾ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് ഐഡന്റിറ്റി ക്രൈസിസ് ഓർമ്മിക്കാം. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് ഓർമ്മിക്കാം. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി, മനോസാമൂഹിക വികാസ സങ്കല്പ സിദ്ധാന്തം. അതെന്താണെന്ന് പിന്നീട് പറയാം. അപ്പൊ 8 പ്രതിസന്ധി ഘട്ടങ്ങൾ അവതരിപ്പിച്ചു. ഓരോ പ്രായത്തിൽ ഓരോ പ്രതിസന്ധികൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉദാഹരണത്തിന് ജനനം മുതൽ 1.5 വയസ്സ് വരെ അത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. വിശ്വാസം അവിശ്വാസവുമായി ഏറ്റുമുട്ടുന്നു. ജനിച്ച ഒരു കുട്ടി ആരെയാണ് വിശ്വസിക്കേണ്ടത്? ജനിച്ച ഉടനെ അമ്മത്തൊട്ടിൽ കൊണ്ടാക്കുന്ന അമ്മയെ കുഞ്ഞ് വിശ്വസിക്കുവോ? ഇല്ല. അപ്പൊ ആരാണോ കുട്ടിക്ക് വേണ്ടുന്ന പരിചരണം നൽകുന്നത് അവരെ മാത്രമേ ആര് വിശ്വസിക്കൂ? കുട്ടി വിശ്വസിക്കൂ. അപ്പൊ വിശ്വാസം വിജയിക്കണം. എന്നാൽ മാത്രമേ കുട്ടിക്ക് വിജയകരമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ വേണ്ടി കഴിയൂ.
അപ്പൊ ഓരോ പ്രായത്തിൽ ഓരോ പ്രതിസന്ധികൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അല്ലെങ്കിൽ കൗമാരത്തിൽ ഒരു പ്രധാന പ്രതിസന്ധിയാണ് ഏത്? ഐഡന്റിറ്റി വേഴ്സസ് അല്ലെ വ്യക്തിത്വ പ്രതിസന്ധി. ഞാൻ ആരാണ്? ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താണ്? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും എന്നൊക്കെ ഞാൻ സ്വയം ചോദിക്കുന്ന സമയമാണ് കൗമാരം എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തിത്വ സ്ഥാപനം വ്യക്തിത്വ പ്രതിസന്ധിയുമായി ഏറ്റുമുട്ടുന്നു കൗമാരത്തിൽ എന്ന് വേണം പറയാം. ഇങ്ങനെ 8ഓളം പ്രതിസന്ധി ഘട്ടങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 60 വയസ്സാകുമ്പോഴേക്ക് ഇന്റഗ്രേഷൻ വേഴ്സസ് ഡെസ്പെയർ ആണ്. ഉദ്ഗ്രഥിത്വം നിരാശയുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇന്റഗ്രേഷൻ വേഴ്സസ് ഡെസ്പെയർ അല്ലെ? ഉദ്ഗ്രഥിത്വം നിരാശയുമായിട്ട് ഏറ്റുമുട്ടുന്നു. ചിലർക്ക് ഈ ഭൂമിയിൽ ജീവിച്ചത് മതി, ചിലർ പറയും എനിക്ക് ജീവിച്ചത് പോരാ, മരണത്തെ പേടിയോടെ കാണുന്നു ചിലർ പറയുന്നു എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഭംഗിയായിട്ട് തരണം ചെയ്താൽ മാത്രമേ ജീവിതം നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് എറിക് എറിക്സൺ പറയുന്നത്. പിന്നീട് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഹ്യൂമനിസത്തെ കുറിച്ചാണ്. ഹ്യൂമനിസം പറയുമ്പോൾ ആരെയൊക്കെയാണ് മനസ്സിലേക്ക് ഓർക്കേണ്ടത്? യെസ്, എബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ്. ഈ 2 പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വരും. കാൾ റോജേഴ്സും അബ്രഹാം മാസ്ലോയും. ഇതിൽ കാൾ റോജേഴ്സ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. കാൾ റോജേഴ്സ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ജനിക്കുന്നത് 1902-ലാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1902 മുതൽ 1987 വരെയാണ്. മാനവികതാ സമീപനം അവതരിപ്പിച്ചു. അതേപോലെ തന്നെ ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ച് അവതരിപ്പിച്ചു. ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ച്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫൗണ്ടിങ് ഫാദർ ഓഫ് സൈക്കോ തെറാപ്പി എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഫൗണ്ടിങ് ഫാദർ ഓഫ് സൈക്കോ തെറാപ്പി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ: ഒന്ന്, ദ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ചൈൽഡ്. ദ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം ചൈൽഡ്. 2, കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി. കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി. 3, ഫ്രീഡം ടു ലേൺ. ഫ്രീഡം ടു ലേൺ. സെമിക്കോളൻ, a view of what education might become. Freedom to learn, semicolon, a view of what education might become. ഇതൊക്കെയാണ് കാൾ റോജേഴ്സിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. രണ്ടാമത് നിങ്ങൾ പറഞ്ഞു അബ്രഹാം മാസ്ലോ ഒരു മാനവികതാവാദിയാണെന്ന് പറഞ്ഞു, ഒരു ഹ്യൂമനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഹൈറാർക്കി ഓഫ് നീഡ്സ് അവതരിപ്പിച്ചത് മാസ്ലോയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഹൈറാർക്കി ഓഫ് നീഡ്സ് അവതരിപ്പിച്ചു, അവശ്യങ്ങളുടെ ശ്രേണി അവതരിപ്പിച്ചയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1908 മുതൽ 1970 വരെയാണ്. 1908 മുതൽ 1908 മുതൽ 1970 വരെയാണ്
മാസ്ലോയുടെ കാലഘട്ടം. മറ്റൊന്നും കൂടെ പറയാറുണ്ട്, നോൺ ഫോർ മാസ്ലോസ് ഹാമർ. ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം, പോപ്പുലർലി ഫ്രേസ്ഡ് ആസ് if all you have is a hammer, everything looks like a nail. എന്താ പറഞ്ഞ? പോപ്പുലർലി ഫ്രേസ്ഡ് ആസ് if all you have is a hammer, everything looks like a nail. NAIL, nail, ആണി. പുസ്തകത്തിന്റെ പേര് സൈക്കോളജി ഓഫ് സയൻസ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സൈക്കോളജി ഓഫ് സയൻസ്. അപ്പൊ മാസ്ലോയും കാൾ റോജേഴ്സും മാനവികതാവാദികളാണ്. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ചില പരീക്ഷകൾക്കൊക്കെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് കൂട്ടത്തിൽ പെടുന്നത് ആര്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തതാര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കാൻ ചോദിക്കാറുണ്ട് ഓരോരാളുമായി ബന്ധപ്പെടുന്ന തിയറികൾ. കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റായത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഫോക്കസ് ചെയ്തത് ഇൻഡിവിജ്വൽ ഫ്രീ വില്ലാണ്. ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ ഫ്രീ വിൽ. പൊതുവെ ഹ്യൂമനിസം പറയുന്നത് മനുഷ്യന്റെ സവിശേഷമായ ഗുണങ്ങളിലാണ് ഊന്നുന്നത്. ഇപ്പൊ വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും മാനവികതാവാദം പ്രാധാന്യത്തോടെ കാണുന്നു. മനുഷ്യന്റെ സവിശേഷമായ ഗുണങ്ങളിൽ ഊന്നുന്ന മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ശേഷിക്കും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. അതിൽ റോജേഴ്സ് പറഞ്ഞത് മനുഷ്യന്റെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നാണ്. മനുഷ്യന്റെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നാണ്. അപ്പൊ സെൽഫ് ആക്ച്വലൈസേഷനാണ് പരമമായ ലക്ഷ്യമായിട്ട്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമായിട്ട് പരമമായ ലക്ഷ്യമായിട്ട് മാനവികതാവാദികൾ കാണുന്നത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? മനുഷ്യന്റെ ആത്മബോധമാണ്, അണ്ടർലൈൻ ഇടേണ്ട അവിടെയാണ്. മനുഷ്യന്റെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞത് കാൾ റോജേഴ്സ് ആണ്. ആത്മസാക്ഷാത്കാരമാണ് പരമമായ ലക്ഷ്യം എന്നാണ് മാനവികതാവാദികൾ പറയുന്നത്. ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ ഒരു വ്യക്തി ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം എന്ത് നേടണം അയാള്? ഹൈറാർക്കി ഓഫ് നീഡ്സില് മാസ്ലോ ആദ്യം അവതരിപ്പിച്ചത് എന്താ? ജനിച്ച ഒരു കുട്ടിക്ക് എന്താ വേണ്ടത്? ശാരീരികപരമായ ആവശ്യങ്ങൾ വേണം, അല്ലേ? നല്ല ഭക്ഷണം, നല്ല വായു, നല്ല വെള്ളം. അപ്പോ ബയോളജിക്കൽ നീഡ്സ് ആവശ്യമാണ്, ജൈവികപരമായ ആവശ്യം. അപ്പൊ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് പോഷകാഹാരങ്ങൾ ആവശ്യമാണ്. അത് കൊടുക്കാൻ രക്ഷകർത്താക്കൾ ബാധ്യസ്ഥരാണ്. അവിടെ ഗവൺമെന്റും ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണല്ലോ അംഗൻവാടികൾ വഴി പോഷകാഹാരങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നത്. സ്കൂളുകളിൽ എന്തുണ്ട്?
ഉച്ചഭക്ഷണമുണ്ട് അല്ലേ? ഉച്ചഭക്ഷണ പരിപാടികളുണ്ട്. ആദ്യം ഭക്ഷണമാണ്. വിദ്യാഭ്യാസത്തിന് മുന്നേ കുട്ടികൾക്ക് കിട്ടേണ്ടത് എന്താ? ഭക്ഷണമാണ്. ഭക്ഷണം കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല. 8ാം ക്ലാസ് വരെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ? കൊറോണ കാലത്ത് എത്രയെത്ര കിറ്റുകളാ വീടുകളിലേക്ക് എത്തിയത്? ഇതാ എന്റെ വിഹിതം എന്ന് പറഞ്ഞിട്ട് ഓരോ കുട്ടിയും കൊണ്ടുവന്ന കിറ്റുകൾ എത്രയാ? അപ്പൊ കുട്ടികളുടെ ആരോഗ്യത്തിന് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ കുടുംബവും പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ നല്ല ഭക്ഷണം, പോഷകസമൃദ്ധമായ ഭക്ഷണം കുട്ടിക്ക് എല്ലാം കിട്ടണം. എന്നാൽ മാത്രമേ അവന്റെ ശാരീരികപരമായ വളർച്ചയും മാനസികപരമായ വളർച്ചയും ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ അവന്റെ ശാരീരിക ആവശ്യങ്ങൾ പരിഗണിക്കണം, മാനസിക ആവശ്യങ്ങൾ പരിഗണിക്കണം, സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിക്കണം. ഇതെല്ലാം കിട്ടിയാൽ മാത്രമേ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് മാനവികതാവാദികൾ പറയുന്നത്. പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. അപ്പൊ അതിൽ ആദ്യം കിട്ടേണ്ടത് ബയോളജിക്കൽ നീഡ്സ് തന്നെയാണ്. എന്നാൽ ഏറ്റവും അവസാനം എവിടെ എത്തിച്ചേരുന്നത്? സെൽഫ് ആക്ച്വലൈസേഷനിലേക്കാണ്. അപ്പൊ താഴെ ബയോളജിക്കൽ നീഡ്സ് ആണ്, അത് കഴിഞ്ഞാൽ സേഫ്റ്റി ആണ്, അതേപോലെ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞു മാനസിക ആവശ്യങ്ങൾ, അതേപോലെ തന്നെ സാമൂഹിക ആവശ്യങ്ങൾ, ഇവയെല്ലാം കുട്ടികൾക്ക് കിട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കിട്ടേണ്ടതുണ്ട്. ഇനി നമുക്ക് എവിടെയൊക്കെ പോവാം? കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് പോവാം. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, അവിടേക്ക് പോവാം. അല്ലെങ്കിൽ ജ്ഞാന നിർമ്മിതിവാദം. ജ്ഞാന നിർമ്മിതിവാദം മാനസിക പ്രക്രിയക്ക് പ്രാധാന്യം നൽകുന്നു. ജ്ഞാന നിർമ്മിതിവാദം മാനസിക പ്രക്രിയകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവര് മുന്നോട്ട് വെക്കുന്ന തന്നെ കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് ജ്ഞാന നിർമ്മിതിവാദക്കാർ മുന്നോട്ട് വെക്കുന്ന വാദമാണ്. അപ്പൊ മാനസിക പ്രക്രിയയിലാണ് ഇവർ ശ്രദ്ധ പതിപ്പിച്ചതെന്ന് പറഞ്ഞു. അറിവിന്റെ നിർമ്മാണം നടക്കുന്നതിന് അതിന്റെ പിന്നിൽ മാനസിക പ്രക്രിയകളിലാണ് ഇക്കൂട്ടർ ശ്രദ്ധ പതിപ്പിച്ചത്. ഇപ്പൊ ജീൻ പിയാഷെ, ജെറോം എഫ് ബ്രൂണർ, ജീൻ പിയാഷെ, ജെറോം എഫ് ബ്രൂണർ തുടങ്ങിയവരൊക്കെ ഇതിന്റെ വക്താക്കളാണ്. ജെറോം എഫ് ബ്രൂണർ, അപ്പൊ പിയാഷയെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം ഫിഫ്ത് സൈക്കോളജിസ്റ്റ് ആണ്. പിയാഷയെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം ഫിഫ്ത് സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1896 മുതൽ 1980 വരെയാണ്. 1896 മുതൽ 1980 വരെയാണ് ജീൻ പിയാഷെയുടെ കാലഘട്ടം. അറിയപ്പെടുന്നത് നോൺ ഫോർ കൺസ്ട്രക്റ്റിവിസം, നോൺ ഫോർ കൺസ്ട്രക്റ്റിവിസം, ഹിസ്റ്ററി ഓഫ് psychology, genetic epistemology, history of psychology, genetic
എപ്പിസ്റ്റമോളജി, ജനിതക വിജ്ഞാനീയം, മലയാളം ജനറ്റിക് എപ്പിസ്റ്റമോളജി. അദ്ദേഹത്തിന്റെ പ്രധാന ഫീൽഡ് ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്, വികസന മനഃശാസ്ത്രമാണ്, അല്ലെ വികാസാത്മക മനഃശാസ്ത്രമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. പ്രധാന പുസ്തകങ്ങൾ പലപ്പോഴും ചില പരീക്ഷകൾക്കൊക്കെ ചോദിച്ചതാണ്. ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ്, ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ്. 2, ദ മോറൽ ജഡ്ജ്മെന്റ് ഓഫ് ദ ചൈൽഡ്, ദ മോറൽ ജഡ്ജ്മെന്റ് ഓഫ് ദ ചൈൽഡ്. 3, ദി ഒറിജിൻ ഓഫ് ഇന്റലിജൻസ് ഇൻ ചിൽഡ്രൻ, ദ ഒറിജിൻ ഓഫ് ഇന്റലിജൻസ് ഇൻ ചിൽഡ്രൻ, the origin of intelligence in children. Next one, the psychology of intelligence, the psychology of intelligence. ഇപ്പൊ കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾ കൊച്ചു ശാസ്ത്രജ്ഞന്മാരാണ്, അവർ കണ്ടുപിടിക്കുന്നവരാണല്ല. മറ്റൊരാളാണ് ഞാൻ പറഞ്ഞു ബ്രൂണർ. ബ്രൂണറും ഒരു ജ്ഞാനനിർമ്മിതിവാദിയാണ്, ഒപ്പം തന്നെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദി കൂടിയാണ്. അപ്പൊ കേവല ജ്ഞാനനിർമ്മിതിവാദിയാണ് ആര്? ജീൻ പിയാഷെ. ഇപ്പൊ പിയാഷെ ഒരുപാട് വാക്കുകൾ നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. ഓർമ്മിക്കുക, സ്കീമ എന്നുള്ള പദം. സ്കീമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പിയാഷെന് ഓർമ്മ വരും. എന്താ സ്കീമ എന്ന് പറഞ്ഞാൽ? ഓരോ സമയത്തും കിട്ടുന്ന അറിവ്, അല്ലെ? സ്കീമ എന്ന് പറഞ്ഞാൽ സ്നേഹപ്രിയ പറഞ്ഞോളൂ. ഒരു കുട്ടി അവന്റെ അറിവിലേക്ക് വരുന്ന പുതിയ പുതിയ അറിവിനെ അതിന്റെ മൊത്തത്തിലുണ്ടാ അല്ലെ ആകെ തുക എന്ന് വേണം പറയാം. ഓരോ സമയത്ത് അവന് കിട്ടുന്ന അറിവിന്റെ ആകെ തുക അത് കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ സമയത്തോട് കൂടിക്കൊണ്ടേ ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ വേറൊരു വാർത്ത കൂടി വന്നു കഴിഞ്ഞാൽ അത് അവന്റെ അറിവാണ്. ശരിയല്ലേ? അതെ. അപ്പോ ഓരോ സമയത്തും കുട്ടിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അറിവിന്റെ ആകെ തുകയാണ് സ്കീമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസിമിലിയേഷൻ, സ്വാംശീകരണം, സംസ്ഥാപനം, അനുകൂലനം, ഇതൊക്കെ പറയുമ്പോൾ പിയാഷെനെ ഓർമ്മിക്കുക. അനുകൂലനം, സ്വാംശീകരണം, സംസ്ഥാപനം എന്നിവയൊക്കെ പറയുമ്പോൾ പിയാഷെനെ ഓർമ്മിക്കുക. മറ്റൊന്ന് പ്രധാനം സ്റ്റേജ് ഡെവലപ്മെന്റ് തിയറി, ഘട്ട സിദ്ധാന്തം അവതരിപ്പിച്ചു. സ്റ്റേജ് ഡെവലപ്മെന്റ് തിയറി അല്ലെങ്കിൽ ബൗദ്ധിക വികാസ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു. ബുദ്ധിയുടെ വികാസം എങ്ങനെ ഉണ്ടാകുന്നത്. ഇദ്ദേഹം പ്രായത്തിന് പരിഗണന കൊടുത്തു. ജീൻ പിയാഷെ പ്രായത്തിന് പരിഗണന കൊടുത്തു. അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ്, പ്രധാനമായും 4 ഘട്ടങ്ങളിലായിട്ടാണ് ബൗദ്ധിക വികാസം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉപഘട്ടങ്ങൾ വേറെയുണ്ട്. ഒന്നാമത്തേതില് ചില ഉപഘട്ടങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ സ്റ്റേജ് തിയറി അവതരിപ്പിച്ചു. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഘട്ടങ്ങൾ അവതരിപ്പിച്ചു പിയാഷെ. എന്നാൽ ബ്രൂണറെ കേൾക്കുക. ബ്രൂണറെ കേൾക്കുമ്പോഴോ അദ്ദേഹം ജനിച്ചത് 1915-ലാണ്. ബ്രൂണർ ജനിക്കുന്നത് 1915-ലാണ്. മരിച്ചത്
2016 അറിയപ്പെടുന്നത് നോൺ ഫോർ കൊഗ്നിറ്റീവ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. മറ്റൊന്ന് കോയിനിങ് ദ ടേം സ്കഫോൾഡിങ്. ഈ ഒരു വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? സ്കഫോൾഡിങ്. അതെ, കൈത്താങ് തന്നെയാണ്. അതിന്റെ മലയാളം കൈത്താങ് തന്നെയാണ്. ഇത് എവിടെയാണ് കേട്ടത്? അവിടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ കേട്ടിട്ടുണ്ട്. ആരെ ചർച്ച ചെയ്യുമ്പോഴാണ് കേട്ടത്? യെസ്, വൈഗോട്സ്കിയെ ചർച്ച ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടാവും. ZPD ഒക്കെ പറയുമ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒക്കെ പറയുമ്പോൾ അവിടെ സ്കഫോൾഡിങ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ കോയിനിങ് ദ ടേം, ഈ ടേം അവതരിപ്പിച്ചത് ബ്രൂണറാണ്. ബ്രൂണറുടെ സംഭാവനയാണത്. സ്കഫോൾഡിങ് എന്ന പദം, കൈത്താങ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഓരോ സമയത്ത് ഓരോ കൈത്താങ് കൊടുക്കേണ്ടതുണ്ട്. അറിവിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ചില കൈത്താങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവനത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈത്താങ് വേണ്ട, അടുത്തത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സ്കഫോൾഡിങ് അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ: ഒന്ന് എ സ്റ്റഡി ഓഫ് തിങ്കിങ്, എ സ്റ്റഡി ഓഫ് തിങ്കിങ്. രണ്ട് സ്റ്റഡീസ് ഇൻ കൊഗ്നിറ്റീവ് ഗ്രോത്ത്, സ്റ്റഡീസ് ഇൻ കൊഗ്നിറ്റീവ് ഗ്രോത്ത്. മൂന്ന് പ്രോസസ് ഓഫ് കൊഗ്നിറ്റീവ് ഗ്രോത്ത്, പ്രോസസ് ഓഫ് കൊഗ്നിറ്റീവ് ഗ്രോത്ത്. നാല് ദ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ദ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ബ്രൂണർ കേൾക്കുമ്പോ ബ്രൂണർ അനുഭവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പഠനം എന്ന് പറയുന്നത് അനുഭവാധിഷ്ഠിതമായിരിക്കണം. അതുകൊണ്ട് പ്രായത്തിനധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ബുദ്ധിയുടെ വികാസത്തിന് അനുഭവമാണ് പ്രധാനം എന്നാണ് ബ്രൂണർ പറയുന്നത്. മറ്റൊന്ന് ഓർമ്മിക്കേണ്ടത്, സ്പൈറൽ കരിക്കുലം അവതരിപ്പിച്ചു. ആര്? യെസ്, ചാക്രിക പാഠ്യപദ്ധതി. എന്താ കരിക്കുലം എന്ന് പറഞ്ഞാല്? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ഒരു കേട്ടറ്റ് എക്സാമിന് ചോദിച്ചു, കരിക്കുലം എന്നാൽ എന്താ? കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതിന്റെ മലയാളം, അതിന്റെ അർത്ഥം എന്താ? കരിക്കുലം എന്നാൽ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. കരിക്കുലം എന്നാൽ എന്തെങ്കിലും രേവതി ബിജു? ആളെയില്ലേ? സ്ഥലത്തയില്ലേ? ആഷിഖ്? പോട്ടെ. കരിക്കുലം എന്നാൽ സ്കൂളിലേക്ക് പോവുക എന്നാണ് അർത്ഥം. സ്കൂളിലേക്ക് പോവുക. കരിക്കുലം എന്നാൽ സ്കൂളിലേക്ക് പോവുക എന്നാണ്. അപ്പൊ സ്പൈറൽ കരിക്കുലം അവതരിപ്പിച്ചു. ഇപ്പൊ ചാക്രികാരോഹണ അവരോഹണ പദ്ധതി എന്ന് വേണം പറയാം. ഏത് വിഷയവും ഏത് സമയത്തും കേൾക്കാനുള്ള അനുഭവം ഉണ്ടാവും. ഇപ്പൊ ഗാന്ധിയെ കുറിച്ച് 4ാം ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗാന്ധിയെ കുറിച്ച് 10ാം ക്ലാസ്സിലും കേട്ടിട്ടുണ്ട്. ഗാന്ധിയെ കുറിച്ച് ഡിഗ്രിക്കും കേട്ടിട്ടുണ്ടാവും. എല്ലാ സമയത്തും കേട്ടത് ഒരുപോലെയാണോ?
അല്ല. അല്ല. എന്താ വ്യത്യാസം? മൂർത്തമായതിൽ നിന്ന് അമൂർത്തമായതിലേക്ക്. ചെറിയ ക്ലാസ്സിൽ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും ജനിച്ച സ്ഥലത്തെ കുറിച്ചും ഒക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. എന്നാൽ ഗാന്ധിയെ വീണ്ടും കേൾക്കാനുള്ള ഇടം വീണ്ടും കിട്ടിയില്ലേ? ഇപ്പൊ 4ാം ക്ലാസ്സിൽ കേട്ട കാര്യം ചിലപ്പോൾ 6ാം ക്ലാസ്സിലും കേൾക്കാനില്ലേ? ഉണ്ട്. 6ാം ക്ലാസ്സിൽ കേട്ട കാര്യം 8ാം ക്ലാസ്സിൽ കേൾക്കാനില്ലേ? ഉണ്ട്. 8ാം ക്ലാസ്സിൽ കേട്ട കാര്യം 10ാം ക്ലാസ്സിൽ കേൾക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പരിശോധിക്കണം എന്ന് പറയാറ്. 8ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ 10ാം ക്ലാസ്സിലെ പുസ്തകം കൂടി പരിശോധിക്കണം. 10ാം ക്ലാസ് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ 8ാം ക്ലാസ്സിന്റെ കണ്ടന്റ് കൂടി അറിഞ്ഞിരിക്കണം. അവർക്ക് എന്തെല്ലാം പഠിച്ചു വന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ അധ്യാപകൻ അറിയണം, 10ാം ക്ലാസ്സിൽ അവൻ എന്തെല്ലാം അറിയാനുണ്ട്. അതുകൊണ്ട് ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പരിശോധന അധ്യാപകർ എപ്പോഴും നടത്തണം എന്ന് പറയാറുണ്ട്. അപ്പൊ കുട്ടിക്ക് എന്തെല്ലാം അറിയാനുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ അതിനപ്പുറമുള്ള കാര്യങ്ങൾ ചില സമയത്ത് ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യേണ്ടി വരും പുതിയ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനം അവതരിപ്പിച്ചത് ബ്രൂണറാണ്. ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനം. ഒരു ബോധന പ്രക്രിയ ഏതാ? കണ്ടെത്തൽ പഠനത്തിന്റെ ഒരു രീതി, ഒരു ടീച്ചിങ് പ്രക്രിയ, ഒരു ബോധന രീതി ഏതാ? പ്രോജക്റ്റ് ആവാം. യെസ്, പ്രോജക്റ്റുകളാവാം. ലഘു പ്രോജക്റ്റ്, ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ലഘു പ്രോജക്റ്റുകൾ കൊടുക്കും. പരീക്ഷണങ്ങളാവാം. അപ്പോ കണ്ടെത്തൽ പഠനം അവതരിപ്പിച്ചു. പ്രക്രിയാധിഷ്ഠിത ബോധന രീതി അവതരിപ്പിച്ചു. പ്രക്രിയാധിഷ്ഠിത ബോധന രീതി അവതരിപ്പിച്ചു. ഇതൊക്കെ ബ്രൂണറുടെ സംഭാവനയാണ്. ഇനി നേരെ വൈഗോട്സ്കിയിലേക്ക് വന്നാലോ? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ടാണ് അറിവ് നിർമ്മിക്കുന്നത്. കുട്ടി സമൂഹവുമായിട്ട് ഇടപഴകിക്കൊണ്ടാണ് അറിവ് നിർമ്മിക്കുന്നത്. ഇതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം പറയുന്നത്. അപ്പോഴാണ് വായനശാലകളുടെ പ്രാധാന്യവും ക്ലബുകളുടെ പ്രാധാന്യവും ഒക്കെ മുന്നോട്ട് വരിക. അതുപോലെ പത്രമാധ്യമങ്ങളുടെ പ്രാധാന്യം, സാംസ്കാരിക ഉപകരണങ്ങൾ, ഈ വാക്കാണ് ഉപയോഗപ്പെടുത്തിയത് അദ്ദേഹം. സാംസ്കാരിക ഉപകരണങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, അതേപോലെ തന്നെ മുതിർന്നവർ, വായനശാലകൾ, ക്ലബുകൾ എല്ലാം സാംസ്കാരിക ഉപകരണങ്ങളാണ്. അറിവിന്റെ നിർമ്മാണ പ്രക്രിയയിൽ സഹായിക്കുന്നവയാണ്. അപ്പൊ സമൂഹവുമായിട്ട് ഇടപഴകിക്കൊണ്ട് അറിവിന്റെ നിർമ്മാണം നടക്കും. ഉദാഹരണത്തിന് ഒരു അഭിമുഖം നമ്മൾ നടത്തുന്നു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയെ നമ്മൾ കണ്ടെത്തും. എന്നിട്ട് എന്ത് ചെയ്യും? നേരത്തെ തയ്യാറാക്കി വെച്ച അഭിമുഖ ചോദ്യാവലി വെച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. അതേപോലെ തന്നെ പല പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ റെഫർ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കുക. സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വേണം പറയാം. ഇപ്പൊ വൈഗോട്സ്കി ജനിച്ചത് 1896-ലാണ്. വൈഗോട്സ്കി ജനിച്ചത് 1896-ലാണ്. മരിക്കുന്നത് 1934-ലാണ്.
വളരെ കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മകളാണ് അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് സോഷ്യോ കൾച്ചറൽ തിയറി എന്നാണ്. സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം സോഷ്യോ കൾച്ചറൽ തിയറി അവതരിപ്പിച്ചു വൈഗോട്സ്കി. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അവതരിപ്പിച്ചു. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അവതരിപ്പിച്ചു. പ്രധാന പുസ്തകങ്ങൾ: ഒന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജി, രണ്ട് ദ പ്രോബ്ലം ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഇൻ ചൈൽഡ്, ദി പ്രോബ്ലം ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഇൻ ചൈൽഡ്, മറ്റൊന്ന് തിങ്കിങ് ആൻഡ് സ്പീച്ച്, തിങ്കിങ് ആൻഡ് സ്പീച്ച്, മറ്റൊരു പുസ്തകം ടൂൾ ആൻഡ് സിംബൽ, ടൂൾ ആൻഡ് സിംബൽ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. ആരാ തിരിച്ചു പറയുന്നത്? വിനീത പറഞ്ഞോളൂ. വൈഗോട്സ്കിയുടെ പുസ്തകത്തിന്റെ പേരുകൾ. വിനീത. റേഞ്ചില്ലേ? ലിജി പറഞ്ഞോളൂ. എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഓക്കെ. ദ പ്രോബ്ലം ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഇൻ ചൈൽഡ്, ഓക്കെ. തിങ്കിങ് ആൻഡ് സ്പീച്ച്, ടൂൾ ആൻഡ് സിംബൽ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ മറ്റൊരാളെ ഓർമ്മിക്കേണ്ടത് പൊതുവായിട്ട് പൗലോ ഫ്രയറെ നമ്മൾ ഓർമ്മിക്കണം. പൗലോ ഫ്രയർ വിമർശനാത്മക ബോധന ശാസ്ത്രം അവതരിപ്പിച്ചു. ക്രിട്ടിക്കൽ പെഡഗോഗി, വിമർശനാത്മക ബോധന ശാസ്ത്രം അവതരിപ്പിച്ചു. ക്രിട്ടിക്കൽ പെഡഗോഗി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ ജനനം 1921 മരണം 1997. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ: ഒന്ന് സ്വാതന്ത്ര്യത്തിനായുള്ള സാംസ്കാരിക പ്രവർത്തനം, സ്വാതന്ത്ര്യത്തിനായുള്ള സാംസ്കാരിക പ്രവർത്തനം. രണ്ട്, പല പരീക്ഷകൾക്ക് ചോദിച്ചതാണ്, മർദ്ദിതരുടെ ബോധനശാസ്ത്രം, മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന പുസ്തകം രചിച്ചു. ഒരു പുസ്തകം സ്വാതന്ത്ര്യത്തിനായുള്ള സാംസ്കാരിക പ്രവർത്തനം, രണ്ട് മർദ്ദിതരുടെ ബോധനശാസ്ത്രം. മറ്റൊന്ന് ബാങ്കിങ് വിദ്യാഭ്യാസ രീതിയെ എതിർത്തു. എന്താ ബാങ്കിങ് വിദ്യാഭ്യാസ രീതി? ബാങ്കിങ് വിദ്യാഭ്യാസ രീതി എന്താ ശരിക്ക്? അധ്യാപകനെല്ലാം നിക്ഷേപിച്ചു കൊടുക്കുന്നു. ആരുടെ തലയിലേക്ക്? കുട്ടിയുടെ തലയിലേക്ക് എല്ലാം നിക്ഷേപിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ നിക്ഷേപിച്ച് കുട്ടി സ്വീകരിക്കുകയാണ്, നിക്ഷേപമല്ല. ഇനി അതെപ്പോഴാണ് പുറത്തെടുക്കേണ്ടത്? പരീക്ഷയുടെ സമയത്ത്. അപ്പൊ അതിനെ എതിർത്ത ആളാണ് പൗലോ ഫ്രയർ. എന്നിട്ട് എന്താ പറഞ്ഞത്? സംവാദാത്മകമായിട്ടുള്ള പഠനമാണ് ക്ലാസ് റൂമിൽ വേണ്ടത്. സംവാദാത്മക പഠനം. ഇയാള് പറയുമ്പോ
വൈഗോട്സ്കിയുടെ ഒരു കാര്യമുണ്ട്, പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ടീച്ചിങ് രീതിയാണ് ഇത്, റെസിപ്രോക്കൽ ടീച്ചിങ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള അധ്യാപന രീതി അല്ലെങ്കിൽ ബോധന രീതി, ഇതാണ് പ്രതിക്രിയ അധ്യാപനം. അതിൽ ചില ഘട്ടങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. അപ്പൊ ഇവിടെ ബാങ്കിങ് വിദ്യാഭ്യാസ രീതി എതിർക്കുകയും സംവാദാത്മക പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തത് സന്ദർഭങ്ങളെ പ്രശ്നവൽക്കരിക്കാനാണ്. സന്ദർഭങ്ങളെ പ്രശ്നവൽക്കരിക്കുക, പഠിതാവ് നിത്യവും അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വെല്ലുവിളികൾ അവതരിപ്പിക്കുക. ഇതൊക്കെ പൗലോ ഫ്രയറിന്റെ കാഴ്ചപ്പാടാണ്. ഒരാളെ കൂടി പറഞ്ഞെന്ന് അവസാനിപ്പിക്കാം. നോം ചോംസ്കി. നോം ചോംസ്കി, ജനനം 1928. പ്രധാന പോയിന്റുകൾ: 1, രചനാന്തരണ പ്രചരണ വ്യാകരണത്തിന്റെ ഉപജ്ഞാതാവ്. രചനാന്തരണ പ്രചരണ വ്യാകരണത്തിന്റെ ഉപജ്ഞാതാവ്. LAD അവതരിപ്പിച്ചു. ചുരുക്കത്തിൽ അങ്ങനെ പറയണ്ടേ, ലാഡ്, LAD. എന്താ LAD? അതിന്റെ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട് ഒരു പരീക്ഷക്ക്. LAD എന്നാൽ ലാംഗ്വേജ് അക്വിസിഷൻ. D എന്താ? ഡിവൈസ്. ഭാഷ ആർജന ഉപകരണം. ഭാഷാർജന ഉപകരണം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, മനുഷ്യന് ജന്മസിദ്ധ സർവഭാഷാ വ്യാകരണമുണ്ട്. ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം മനുഷ്യനുണ്ട്. മറ്റൊന്ന്, നിയതമായ ഘടനയോട് കൂടിയ സർവഭാഷാ വ്യാകരണത്തിന്റെ പല രീതിയിലുള്ള സ്പഷ്ടീകരണമാണ് ഓരോ ഭാഷയുടെയും പഠനം. നിയതമായ ഘടനയോട് കൂടിയ സർവഭാഷാ വ്യാകരണത്തിന്റെ പല രീതിയിലുള്ള സ്പഷ്ടീകരണമാണ് ഓരോ ഭാഷയുടെയും പഠനം. പ്രധാനപ്പെട്ട കൃതികൾ ഇതൊക്കെയാണ്. 1, നോളജ് ഓഫ് ലാംഗ്വേജ്. ചോംസ്കിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ: 1, നോളജ് ഓഫ് ലാംഗ്വേജ്. 2, ലാംഗ്വേജ് ആൻഡ് തോട്ട്, വേക്ക്ഫീൽഡ്. ലാംഗ്വേജ് ആൻഡ് തോട്ട്, വേക്ക്ഫീൽഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്, ഓർമ്മിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ. നിയതമായ ഘടനയോട് കൂടിയ സർവഭാഷാ വ്യാകരണത്തിന്റെ പല രീതിയിലുള്ള സ്പഷ്ടീകരണം. പല രീതിയിലുള്ള സ്പഷ്ടീകരണമാണ് ഓരോ ഭാഷയുടെയും പഠനം. പറഞ്ഞോളൂ സ്നേഹപ്രിയ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഗുഡ് നൈറ്റ് പറഞ്ഞൂടെ?
ആ. ഓക്കെ. ക്ഷീണം വന്നോ രജി? ഇല്ല അല്ല എന്റെ നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ എനിക്കിവിടെ ക്ഷീണം വന്നു. ഇല്ല. ഇല്ല. അടുക്കള പണിയെല്ലാം എടുത്ത് വിശപ്പ് കൂടിയോ? സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം മാഷ് വരുമ്പോ സ്കൂളിലെത്തി. കൂടി വർക്കിംഗ് അല്ലേ. ആ ഏത് സ്കൂളിലാണ്? ഞാൻ ബേക്കൽ ഇസ്ലാമിയ. ബേക്കൽ ഇസ്ലാമിയ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ ഗുഡ് നൈറ്റ് എല്ലാവരോടും. ഓക്കെ. പറഞ്ഞോ എന്താ പറയേണ്ടത്? ഇല്ല. ടീച്ചർ എന്നാല് ടീച്ചർ ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ട് അല്ലേ? ഓക്കെ ഗുഡ് നൈറ്റ്.